ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം ഇതുപോലൊരു സോയാ കറി. ഈ കറി ഉണ്ടാക്കാനായി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് 100 ഗ്രാം സോയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം എല്ലാം പൊങ്ങിപ്പോയി ഗ്യാസ് എല്ലാം ചീത്തയാവാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 6-7 മിനിറ്റ് ആവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് സോയാ ചങ്ക്സ് തണുത്ത വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കാം. ഒരു കടായി എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തിയരിഞ്ഞത് കൂടിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. കരിഞ്ഞു പോവരുത്. ജീരകമെല്ലാം പൊട്ടി തുടങ്ങി നല്ല മണം വരാൻ തുടങ്ങും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. തണുത്ത ശേഷം നല്ല ഫൈൻ പൗഡറായി പൊടിച്ചു കൊണ്ടുവരാം. ഒരു കടായി എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതിട്ട് നല്ല ചുവക്കെ വറുക്കണം. തനി നാടൻ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. സവാളയെല്ലാം നല്ലപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ലോ ഫ്ലെയിമിൽ മൊരിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞു വരുമ്പോൾ നല്ല മണം വരും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടിയിട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കറിക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ, അതിനായിട്ട് 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. 3-4 വട്ടം തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച മസാലയില്ലേ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആണ് ഈ സോയ കറിക്ക്. ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കണമെന്ന് തോന്നും. കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് പോരെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. സോയ ചങ്ക്സ് ഉപ്പ് വെള്ളത്തിലാണ് വേവിച്ചതെങ്കിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന് ഉപ്പ് വേണമല്ലോ. കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിക്കാം. സോയ ചങ്ക്സ് ഓൾറെഡി വെന്തതാണ് എങ്കിലും മസാലയെല്ലാം ഒന്ന് പിടിച്ചു വരാനായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ കറിക്ക് അധികം ഗ്രേവി ആവശ്യമില്ല. ചപ്പാത്തി, പൂരി, പൊറോട്ട, ദോശ, ചോറ് ഏതിനൊപ്പവും ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. അവസാനമായി കറിയിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. 1/2 നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. കുരുവെല്ലാം മാറ്റിയ ശേഷം വേണം പിഴിയാൻ. കുരു അതിനകത്ത് വീണാൽ കടിക്കുമ്പോൾ കയ്പ്പ് രസം വരും. സ്റ്റവ് ഓഫ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നാടൻ സോയാ ചങ്ക്സ് കറി റെഡി ആയിരിക്കുകയാണ്. ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ സോയാ ചങ്ക്സ് കറിയാണ്. കാണുമ്പോഴേ അറിയുന്നില്ല അതിന്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.